ഹായ്. മനോരമ ഇൻഡസ്ട്രീസിന്റെ Q3 റിസൾട്ട് ഇന്നലെ വന്നായിരുന്നു. വന്ന സമയത്ത് തന്നെ നമ്മളൊരു അപ്ഡേറ്റ് ചെയ്തതാണ് റിസൾട്ടിനെ പറ്റിയിട്ട്. നല്ല റിസൾട്ട് ആയിരുന്നു. സോ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമുക്ക് സംസാരിക്കാം. മാനേജ്മെന്റ് കമന്ററി കാര്യങ്ങളൊക്കെ നോക്കാം. അതിൻ്റെ കൂടെ ഒരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോയിൽ പരമാവധി ഞാൻ എഡിറ്റിംഗ് കാര്യങ്ങൾ ഒഴിവാക്കാനാണ് വിചാരിക്കുന്നത്. കാരണം ഇത്തരം കമ്പനികൾ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് വീഡിയോ എഡിറ്റ് ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേനും ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. 1 മണിക്കൂർ 1.5 മണിക്കൂർ മുകളിലൊക്കെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി എഡിറ്റിംഗ് ഒഴിവാക്കി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ കൂടുതൽ. അപ്പോൾ നമുക്ക് ഇതിന്റെ ബിസിനസ്സിലേക്ക് ആദ്യം തന്നെ കിടക്കാം. മനോരമയുടെ നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ Q2 റിസൾട്ട് വന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ്. സോ ആർക്കെങ്കിലും അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ കാണാവുന്നതാണ്. അതിൽ ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞു പോകാം. ഇവർ കൊക്കോ ബട്ടർ ഇക്വാനിലാണ് മേക്ക് ചെയ്യുന്നത്. അത് മേക്ക് ചെയ്യുന്നത് എവിടുന്നാന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഫ്രൂട്ട്സിന്റെ ഒക്കെ സീഡിൽ നിന്നാണ്. മെയിൻ ആയിട്ട് വരുന്നത് സാൽ സീഡ്, അതേപോലെ മാംഗോ തുടങ്ങിയ സീഡിൽ നിന്നൊക്കെയാണ് ഇന്ത്യയിൽ ഇവർ മെയിൻ ആയിട്ട് കൊക്കോ ബട്ടർ ഇക്വാനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും ഈ പറഞ്ഞ ഈ സാൽ സീഡ് കൂടുതലായിട്ടുള്ള അല്ലെങ്കിൽ സാൽ ട്രീകൾ കൂടുതലായിട്ടുള്ളത് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, ഒറീസ ആ ഒരു ഏരിയയിലാണ്. സോ അവിടെ നിന്നാണ് ഇവർ മെയിൻ ആയിട്ട് ഇവരുടെ റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ ട്രൈബൽസും ആയിട്ടുള്ള ടൈപ്പിലാണ്. അവർ കളക്ട് ചെയ്യും, ഗവൺമെന്റ് ത്രൂ അവർക്ക് പേയ്മെന്റും ചെയ്യും. സോ ആ രീതിയിലാണ് ഇന്ത്യയിൽ കളക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് റായ്പൂരിൽ ഇവരുടെ ഫാക്ടറി ഉണ്ട്. സോ അവിടെയാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്നത്. പിന്നീട് ഇവർ ഇത് കളക്ട് ചെയ്യുന്നത് വെച്ചാൽ റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നത് ആഫ്രിക്കയിൽ നിന്നാണ് മെയിനായിട്ട്. ആഫ്രിക്കയിൽ നിന്ന് കളക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷിയ സീഡാണ് കളക്ട് ചെയ്യുന്നത്. അത് അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വിശാഖപട്ടണത്തേക്ക് ഇവർ ഇമ്പോർട്ട് ചെയ്തിട്ട് വിശാഖപട്ടണത്തു നിന്ന് നേരെ ഇവരുടെ ഫാക്ടറിയിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ആ ഒരു ലൈനിൽ, അതായത് റായ്പൂർ ടു വിശാഖപട്ടണം അവിടെ ഒരു 6 ലൈൻ ഹൈവേ വരുന്നുണ്ട്. സോ അത് വന്നു കഴിഞ്ഞാൽ ഇവരുടെ കുറച്ചുകൂടെ ട്രാൻസ്പോർട്ടേഷൻ ഈസി ആവും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് ഈ പറഞ്ഞ പ്രോഡക്റ്റ്, ഈ പറഞ്ഞ സീഡുകളെല്ലാം ഇവരുടെ ഫാക്ടറി കൊണ്ടുവന്നിട്ട് അവിടെ അവർ പ്രോസസ്സ് ചെയ്ത് അവിടെ നിന്നിട്ട് ഈ പറഞ്ഞ കൊക്കോ ബട്ടർ ഇക്വാലിന് മെയിനായിട്ട് മേക്ക് ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. സോ അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കുറെ പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. ഗം അതിനകത്തുനിന്ന് വരുന്നുണ്ട്. അതേപോലെ തന്നെ കാറ്റിൽ ഫീഡ് അവർ മേക്ക് ചെയ്യാനുള്ള പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ അവർക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. സോ അത് ആ രീതിയിൽ സെല് ചെയ്യുന്നുണ്ട്. പിന്നെ ഒലൈൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ് കൊക്കോ ബട്ടർ ഇക്വാലിന്റെ മേക്ക് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പത്തെ സ്റ്റേജിൽ ഉണ്ടാകുന്നുണ്ട്. സോ അതും ഇവർ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. സോ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവർ പുതിയ കുറച്ച് ഫെസിലിറ്റി കൊണ്ടുവരുന്നുണ്ട്. മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് 4 എണ്ണം പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിനകത്ത് ഒരെണ്ണം ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ ആണ്. അതെന്ന് പറഞ്ഞാൽ ആഫ്രിക്കയിലെ ഒരു പ്ലാനാണ്. നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിൽ റിസൾട്ട് സംസാരിച്ചപ്പോഴും പറഞ്ഞിരുന്നു. ആഫ്രിക്കയിൽ ഇവർ മൊത്തത്തിൽ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്ത് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഇവർ ഫുൾ ആയിട്ട് ആ സീഡിനെ തന്നെ ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അതിന് വെയിറ്റ് ഉണ്ടല്ല, സീഡിന് ഫുൾ വെയിറ്റ് വരുന്നുണ്ട്. സോ ആ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ അവിടെ തന്നെ ഇതിനകത്തുനിന്ന് ഇതിന്റെ ഓയിലിനെ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു ഫാക്ടറിയാണ് അവിടെ കൊണ്ടുവരുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേന് ഇവർക്ക് എക്സ്പോർട്ടിലുള്ള കോസ്റ്റ് കുറയും, അത് ഇവരുടെ മാർജിൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. സോ ആ ഫാക്ടറിയാണ് അവിടെ വരുന്നത്. അത് ഏകദേശം 90,000 മെട്രിക് ടണിന്റെ കപ്പാസിറ്റിയാണ് അവിടെ വരുന്നത്. പിന്നെ അതുകൂടാതെ ഇനി ഇന്ത്യയിൽ 3 ഫെസിലിറ്റിയും കൂടെ വരുന്നുണ്ട്. അതിനകത്ത് ഒരെണ്ണം വരുന്ന കൊക്കോ ബട്ടർ ഓൾട്ടർനേറ്റീവിന് വേണ്ടിയിട്ടാണ് ഒരു ഫെസിലിറ്റി വരുന്നത്. അതേപോലെ തന്നെ സോൾവെന്റ് ഫ്രാക്സിനേഷൻ ഒരു ഫെസിലിറ്റിയും കൂടെ വരുന്നുണ്ട്. അത് രണ്ടും ഏകദേശം 75,000 മെട്രിക് ടണിന്റെ കപ്പാസിറ്റിയാണ് രണ്ടിനും ഉള്ളത്. സോ ഈ രണ്ടും ഈക്വൽ ആയിട്ട്, അതായത് ഒരേപോലെ തന്നെ വർക്ക് ചെയ്താൽ ഇവർക്ക് ഏകദേശം 75,000 മെട്രിക് ടണിന്റെ കപ്പാസിറ്റിയിൽ ഈ പറഞ്ഞ കൊക്കോ ബട്ടർ ഓൾട്ടർനേറ്റീവ് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കൊക്കോ ബട്ടർ ഇക്വാലന്റ് ആണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി കൊക്കോ ബട്ടർ ഓൾട്ടർനേറ്റീവ് കൂടി ഇവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ അതിന് ഇതിനെ കഴിഞ്ഞ് ചെറിയ രീതിയിൽ മാർജിൻസ് സ്ലൈറ്റ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രൊഡക്റ്റ് വരുമ്പോൾ ഈ പറഞ്ഞ കപ്പാസിറ്റി ആഡ് ചെയ്യുന്ന ഇവർ ഏകദേശം 2 to 3 വർഷത്തിനുള്ളിലാണ്. അതേപോലെ തന്നെ ഇവർ റിഫൈനറി മാനുഫാക്ചറിങ് ഫെസിലിറ്റിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് 90,000 മെട്രിക് ടണിന്റെ. അതായത് ഇപ്പോൾ ഉള്ള കപ്പാസിറ്റികളെല്ലാം ഏകദേശം അതിന്റെ ഒരു ഡബിൾ കപ്പാസിറ്റിയോളം പുതിയതായിട്ട് ഇവർ ആഡ് ചെയ്യാനായിട്ട് വരുന്ന ഒരു 2-3 വർഷത്തിനുള്ളിൽ. അതിനുവേണ്ടി ഇവർ മൊത്തമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാപെക്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം 460 കോടിയാണ് ഈ 2-3 വർഷം കൊണ്ട് തന്നെ. അതിൽ ഏകദേശം 52 കോടിയോളം ഇപ്പൊ ഈ ഒരു ക്വാർട്ടറിനുള്ളിൽ തന്നെ അവർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അത് ഏകദേശം 19 ഏക്കറോളം സ്ഥലം ഇവർ അതിനുവേണ്ടി പുതിയതായിട്ട് അക്വയർ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഈ വരുന്ന ഫിനാൻഷ്യൽ ഇയർ കൊണ്ട് തന്നെ അവർ ഏകദേശം 70 to 80 കോടി അതിലേക്ക് സ്പെൻഡ് ചെയ്യുന്നു. അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ 100 to 150 കോടി അവർ ഈ ഒരു ക്യാപെക്സിലേക്ക് സ്പെൻഡ് ചെയ്യുന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത 2-3 വർഷത്തിനുള്ളിൽ നല്ല രീതിയിൽ ക്യാപെക്സ് ചെയ്യുന്നുണ്ട് കമ്പനിയിൽ. ഇപ്പോൾ ഓൾറെഡി ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം 40,000 മെട്രിക് ടണിന്റെയാണ് ഇവർക്ക് കപ്പാസിറ്റി ഉള്ളത്. അത് കൊക്കോ ബട്ടർ ഇക്വാലന്റ്, അത് CBEയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നതാണ് 40,000 മെട്രിക് ടൺ. അതിന്റെ ഏകദേശം 85% ഈ ഒരു ക്വാർട്ടർ കൊണ്ട് തന്നെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 15% റിമൈൻ ചെയ്യുന്നുള്ളൂ. അതിലൊരു 10% അവർക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമുക്ക് കൂട്ടാം. അങ്ങനെ നോക്കുമ്പോഴത്തേന് അതിൽ അവർക്ക് ഇനിയിപ്പോൾ അടുത്ത വർഷം ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കപ്പാസിറ്റി കൂട്ടണം. അതിനുവേണ്ടി അവർ ഡീബോട്ടിൽ നെക്കിങ് ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ അവരുടെ ഫാക്ടറിയിൽ. അതായത് ഇപ്പോഴത്തെ ഫാക്ടറിനെ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് അവർ ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരുന്നുണ്ട്. അത് ഏകദേശം ഈ ഒരു അടുത്ത ക്വാർട്ടറിൽ Q4 ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ക്വാർട്ടർ എൻഡ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ അത് കംപ്ലീഷൻ ആവുന്നു. ഏകദേശം 30% കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഉള്ള 40,000 മെട്രിക് ടൺ എന്ന് പറയുന്നത് ഏകദേശം 52,000 മെട്രിക് ടണ്ണായിട്ട് കൂടാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഗ്രോ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള പേസിൽ തന്നെ അവർക്ക് സുഖമായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് പറ്റും. ഈ പറഞ്ഞ കപ്പാസിറ്റിയിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ചെറിയ ഇമ്പ്രൂവ്മെന്റ് വരുമ്പോൾ തന്നെ. അതുപോലെ അത് കഴിഞ്ഞിട്ടുള്ള ഫിനാൻഷ്യൽ ഇയറുകളിൽ ഗ്രോ ചെയ്യാനായിട്ടുള്ള, അതായത് ഒരു 3-4 വർഷത്തിന് കമ്പനിക്ക് പ്രോപ്പറായിട്ട് ഇപ്പോൾ ഉള്ള അതേ പേസിൽ തന്നെ ഗ്രോ ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി അഡീഷൻ അവർ ഓൾറെഡി ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതിനുവേണ്ടി അവർ സ്പെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്
ഏകദേശം 460 കോടി രൂപയോളമാണ് ക്യാപെക്സ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ അസറ്റ് ടേൺ ഓവർ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 ടൈംസിന് മുകളിലുണ്ടെന്ന് മാനേജ്മെന്റ് പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ഉള്ള കപ്പാസിറ്റിയിൽ ഏകദേശം 5 ടൈംസിന് മുകളിൽ അത് കിട്ടുന്നുണ്ട് അസറ്റ് ടേൺ ഓവർ എന്ന് പറയുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 2000 കോടിക്ക് മുകളിലുള്ള കപ്പാസിറ്റി, ടോപ്പ് ലൈനിലേക്കുള്ള കപ്പാസിറ്റി ഈ പറഞ്ഞ പുതിയ ഫെസിലിറ്റി വെച്ച് വരും. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഉള്ള ഫെസിലിറ്റിയുടെ കപ്പാസിറ്റി ഈ പുതിയതായിട്ട് വരുന്നതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 3500-4000 കോടിയോളം ടോപ്പ് ലൈൻ അവർക്ക് എത്തിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി അവർക്ക് 1-2 വർഷത്തിനുള്ളിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ഒരു 3-4 വർഷത്തേക്ക് കമ്പനിക്ക് പുതിയതായിട്ട് ക്യാപെക്സിന്റെ കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് പ്രോപ്പറായിട്ട് ഗ്രോ ചെയ്യാനുള്ള അത്രയും പൊട്ടൻഷ്യൽ ഈ പറഞ്ഞ പുതിയ ഫാക്ടറികൾ വരുന്നതോടുകൂടി അത് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രോത്ത് അവർക്ക് സസ്റ്റെയിൻ ചെയ്യാം. അവർക്ക് ഡിമാൻഡ് ഓൾറെഡി ഉണ്ടെന്നുള്ള കാര്യം മാനേജ്മെന്റ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ക്യാപെക്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ തന്നെ കമ്പനി വേറൊരു പ്രശ്നങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേ ഗ്രോത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള നല്ല സാധ്യത കാണുന്നുണ്ട്. ഇനി നമുക്ക് അവരുടെ ഫിഗേഴ്സിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 73% ആണ് ഈ ഒരു ക്വാർട്ടറിൽ അവരുടെ റവന്യൂ ഗ്രോത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു 9 മന്തിൽ നോക്കിയാൽ ഏകദേശം 80%-ന് മുകളിൽ 81% അവർക്ക് ടോപ്പ് ലൈനിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതേപോലെ ഈ ക്വാർട്ടറിൽ നോക്കിയാൽ ഏകദേശം 130%-ന് മുകളിൽ അവരുടെ പ്രോഫിറ്റ് ഗ്രോത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ Q3 അവർക്ക് ഏകദേശം 30 കോടിയായിരുന്നു ഈ പറഞ്ഞ പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. അത് ഈ ക്വാർട്ടർ ആകുമ്പോൾ ഏകദേശം 68 കോടിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പാറ്റിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് അവരുടെ പി റേഷ്യോ താഴേക്ക് വരുന്നുണ്ട്. അതായത് വാല്യൂവേഷൻ കൂടുതൽ അഫോർഡബിൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നല്ല ചീപ്പായിട്ടുള്ള വാല്യൂവേഷനിൽ കമ്പനി അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ ബിസിനസിന്റെ കാര്യം സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഏകദേശം ആ സമയത്ത് ഇപ്പോൾ സ്റ്റോക്ക് നന്നായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 2 ദിവസത്തിൽ. അപ്പോൾ ആ സമയത്ത് ഏകദേശം ഒരു 36 ആയിരുന്നു അവരുടെ പി വന്നിരുന്നത്. അതുപോലെ തന്നെ ഫോർവേഡ് പി വരുന്ന ഏകദേശം ഒരു 33-34 അവരുടെ ഫോർവേഡ് പി നിൽക്കുന്നത്. കമ്പനിയുടെ എബിറ്റ മാർജിനിലും നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് വരുന്നുണ്ട്. ഏകദേശം 27.1% എബിറ്റ മാർജിൻ എന്ന് പറയുന്നത്. അത് മാനേജ്മെന്റ് ഗൈഡ് ചെയ്യുന്ന 25-27 ആണ് മാനേജ്മെന്റിന്റെ ഗൈഡൻസ് എന്ന് പറഞ്ഞത്. വരുന്ന വർഷങ്ങളിൽ അത് നല്ല രീതിയിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ പുതിയ പ്രൊഡക്ഷൻ അഡീഷനും കാര്യങ്ങളും, കാരണം ബാക്ക്വേർഡ് ഇന്റഗ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോർവേഡ് ഇന്റഗ്രേഷൻ ചെയ്യുന്നതിനകത്താണെങ്കിൽ പോലും മാർജിൻസ് ഇംപ്രൂവ് ആകുന്ന പ്രൊഡക്റ്റുകളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇംപ്രൂവ്മെന്റ് വരും എന്നുള്ള കാര്യം മാനേജ്മെന്റ് പറയുന്നുണ്ട്. പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള കൂടുതലായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ വരുന്ന ക്വാർട്ടറുകളിലൊക്കെ സംസാരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഗൈഡൻസ് കാര്യങ്ങളൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല. പിന്നീട് പാറ്റ് മാർജിൻ നോക്കിക്കഴിഞ്ഞാൽ പാറ്റ് മാർജിൻ ഇപ്പോൾ നോക്കിയാൽ ഏകദേശം 18.8 ഉണ്ട്. അതായത് 19%-നടുത്ത് കമ്പനിക്ക് പാറ്റ് മാർജിൻ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ കഴിഞ്ഞ Q3 നോക്കിയാൽ ഏകദേശം 14.1% ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല രീതിയിൽ പാറ്റ് മാർജിൻ ഇംപ്രൂവ് ആവുന്നുണ്ട്. അതായത് കമ്പനി കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ മാർജിൻസ് ഒക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഹൈ ഗ്രോത്ത് വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ഇവരുടെ റവന്യൂ ഗ്രോത്തിനെ കഴിഞ്ഞ് മുകളിൽ ഇവർ എപ്പോഴും ഈ പ്രോഫിറ്റ് ഗ്രോത്ത് വരുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് വരുന്ന ക്വാർട്ടറുകളിൽ നമുക്ക് കമ്പനിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ സ്റ്റോക്കിന്റെ ROE നോക്കിയാൽ ഇപ്പോൾ ഏകദേശം 34-36 മറ്റാണ് ഈ ഒരു ക്വാർട്ടറിലായപ്പോൾ തന്നെ അവർ ROE എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നോക്കിയാൽ ഏകദേശം അതായത് ഒരു 9 മാസം മുമ്പ് 24 ഉണ്ടായിരുന്ന ROE ആണ് ഈ രീതിയിലേക്ക് കൂടിയേക്കുന്നത്, 36ലേക്ക് എത്തിയേക്കുന്നത്. നല്ല രീതിയിൽ കമ്പനി, അതായത് കമ്പനിയുടെ ഡയറക്ഷൻ കൃത്യമായിട്ടാണ്, അവരുടെ ഗ്രോത്ത് കൃത്യമായിട്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ROE എന്ന് പറഞ്ഞാൽ. ROE മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അവരുടെ മാർജിൻസ് പ്രോപ്പറായിട്ട് ഇംപ്രൂവ് ആവണം. സോ അതിനനുസരിച്ച് ഇവരുടെ പ്രോഫിറ്റിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വരണം. അതുപോലെ തന്നെ ഇവർ ഉപയോഗിക്കുന്ന ഡെപ്റ്റ് ഇവർക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് നടന്നാലേ ഉള്ളൂ ഈ ROE ഇംപ്രൂവ് ആവുള്ളൂ. അതേപോലെ വർക്കിംഗ് ക്യാപിറ്റലും അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഇംപ്രൂവ് ആയാൽ മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ ROEയിൽ ഇങ്ങനത്തെ ഗ്രോത്ത് വരുള്ളൂ. അതുകൊണ്ട് തന്നെ ROE നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും നല്ല രീതിയിലാണ് ആ കമ്പനി പെർഫോം ചെയ്യുന്നുള്ളത്. നമ്മൾ മിക്കവാറും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന എല്ലാ കമ്പനികളിലും നിങ്ങൾക്ക് ROE നോക്കുമ്പോഴത്തേന് സീക്വൻഷ്യലി നോക്കിയാൽ നല്ല രീതിയിൽ ഇംപ്രൂവ് ആയി വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് നമുക്ക് ഈ കമ്പനിയിൽ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ മനോരമയിൽ ഈ ഒരു ക്വാർട്ടറിന്റെ റിസൾട്ട് സമയത്ത് അവരുടെ ഗ്രോസ് മാർജിൻ കുറച്ച് കുറഞ്ഞായിട്ട് കാണാം. അതായത് റോ മെറ്റീരിയൽ പ്രൈസ് ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്തായിട്ട് കാണാം. പക്ഷേ മാനേജ്മെന്റ് പറയുന്നത് ഈ ഗ്രോസ് മാർജിൻ നോക്കുന്നതിനേക്കാൾ നല്ലത് കമ്പനിയുടെ എബിറ്റ മാർജിൻ കൃത്യമായിട്ട് 25-27% മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള കാര്യമാണ്. അതും കമ്പനി കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ റോ മെറ്റീരിയൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ കൊമോഡിറ്റി പ്രൈസുമായിട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് അല്ല. കാരണം ഇവർ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകളാണ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് കൊമോഡിറ്റി പ്രൈസ് ഇവരെ കൃത്യമായിട്ട് അഫക്ട് ചെയ്യാറില്ല. കാരണം ഈ കൊക്കോയുടെ പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നുള്ളത് ഇവരുടെ പ്രൊഡക്റ്റിനെ അഫക്ട് ചെയ്യാറില്ല. നമ്മൾ കഴിഞ്ഞ ക്വാർട്ടറിലും ഡീറ്റെയിൽ ആയിട്ട് ബിസിനസ് സംസാരിച്ചപ്പോൾ പറഞ്ഞാണ് ഈ പറഞ്ഞ കൊക്കോയിൽ പ്രൈസിൽ എത്ര വ്യത്യാസം വന്നു, അത് പക്ഷേ ഇവരെ അഫക്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. അത് നോക്കിയാലും കൃത്യമായിട്ട് മനസ്സിലാവും. കൊക്കോയുടെ പ്രൈസ് കൂടുകയോ കുറയുകയും ചെയ്യുമ്പോഴും ഇവരുടെ മാർജിൻസ് കാര്യങ്ങളൊന്നും അഫക്ട് ചെയ്യുന്നില്ല. ഇവരുടെ മാർജിൻസും കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ആവുകയാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു കൺസേൺ ആയിട്ടുള്ള കാര്യമല്ല. നമ്മളപ്പോൾ കൂടുതലായിട്ട് ഇവരുടെ എബിറ്റ മാർജിൻസ് ആണ് എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത്. എബിറ്റ പെർ ടൺ ആണ് നമ്മൾ കൂടുതലായിട്ട് ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. സോ അത് കൃത്യമായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് കമ്പനിയിൽ. പിന്നെ അതേപോലെ ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ അവരുടെ എംപ്ലോയി എക്സ്പെൻസ് കുറഞ്ഞായിട്ട് കാണാൻ പറ്റും. അത് ESOP എക്സ്പെൻസ് ഈ ഒരു ക്വാർട്ടറിൽ വന്നിട്ടില്ല. അതുകൊണ്ടാണ് എംപ്ലോയി എക്സ്പെൻസ് കുറഞ്ഞതെന്നാണ് മാനേജ്മെന്റ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അങ്ങനെ 1-2 ചെറിയ കാര്യങ്ങളേ ഉള്ളായിരുന്നു. അതെല്ലാം മാനേജ്മെന്റ് ക്ലിയർ ആയിട്ടുള്ള ഗൈഡൻസ് തന്നിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അതിനെ പറ്റിയിട്ടൊന്നും വറി ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. മൊത്തത്തിൽ കമ്പനിയുടെ നല്ല ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാനേജ്മെന്റിന്റെ കമന്ററി അതിനനുസരിച്ച് തന്നെയാണ്. അവർ നോർമലി കൺസർവേറ്റീവ് ആയിട്ട് തന്നെയാണ് ഗൈഡ് ചെയ്യാറ്. ആ രീതി തന്നെയാണ് ഇപ്പോഴും ഗൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം മാർജിൻസ് ഇംപ്രൂവ് എന്ന് പറയുന്നുണ്ട്, പക്ഷേ അവർ അതിന്റെ ഗൈഡൻസ് ഒന്നും കൂട്ടിയിട്ടില്ല. അതേപോലെ അടുത്ത ഈ ഒരു ക്വാർട്ടർ കഴിഞ്ഞതിന് ശേഷം അവർ ഇനി അടുത്ത ഫിനാൻഷ്യൽ ഇയറിലെ ഗൈഡൻസും കാര്യങ്ങളും തരുള്ളൂ. സോ നല്ല രീതിയിൽ ക്യാപെക്സും കാര്യങ്ങളെല്ലാം കമ്പനി ചെയ്യുന്നുണ്ട്.
കമ്പനിയുടെ വാല്യൂഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് നോക്കി നമ്മൾ ഫോർവേഡ് പി എടുത്ത് നോക്കിയാൽ ഞാൻ ഇന്നലെ വീഡിയോയിൽ സംസാരിച്ചിരുന്നു ഏകദേശം 235 കോടിയോളം പാറ്റ് അടുത്ത ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ വന്നാൽ കമ്പനിയുടെ ഫോർവേഡ് പി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്നലെയായിട്ട് പ്രൈസ് മൂവ്മെന്റ് വന്നുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ നോക്കി വെച്ചിട്ടാണ് പറയുന്നത്. ഏകദേശം ഒരു 32-33 ആ ഒരു റേഞ്ചിലാണ് അവരുടെ ഫോർവേഡ് പി വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേന് ഏകദേശം 70% ഗ്രോ ചെയ്യുന്ന ഒരു കമ്പനി 32-33 പിയിൽ നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട്. പേ റേഷ്യോ ഒക്കെ നമ്മുടെ ഒരു ഫേവറബിൾ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനി ഈ ഒരു രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്നാൽ റീറേറ്റിംഗ് കിട്ടാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് റിസൾട്ടിനെ പറ്റി സംസാരിക്കാനുള്ള. മൊത്തത്തിൽ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നല്ല റിസൾട്ടായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. മാനേജ്മെന്റ് കമന്ററി എല്ലാം നല്ല ഡയറക്ഷനിലേക്ക് തന്നെയാണ് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും കമ്പനി കൃത്യമായിട്ട് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ വരുന്ന ക്വാർട്ടറുകളിലൊക്കെ. അതുപോലെ ഈ കമ്പനിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബിസിനസ് അനാലിസിസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇവരുടെ ഫാക്ടറി ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവർ പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ബിസിനസ് അനാലിസിസ് മാത്രം ചെയ്തുകൊണ്ടൊരു വീഡിയോ പിന്നീട് ചെയ്യാം. നമുക്ക് റിസൾട്ടിന്റെ ഒക്കെ തിരക്ക് കഴിഞ്ഞതിന് ശേഷം ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.